ലോകത്തിന്റെ നേതാവ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ദിക്റാണ്. നന്മ തിന്മകൾ തൂക്കുന്ന തുലാസില്, നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്ന രണ്ട് കലിമത്തുകളുണ്ട്. ആ രണ്ട് കലിമത്തുകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി അലീം എന്ന ഈ രണ്ട് കലിമത്തുകളാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും പ്രിയമുള്ളതും ഇഷ്ടമുള്ളതും നാവിന് ചൊല്ലാൻ പ്രയാസമില്ലാത്തതും ആയ രണ്ട് കലിമത്തുകളാണ് തസ്ബീഹാണ്. ഈ തസ്ബീഹ് ആരെങ്കിലും ഒരാൾ ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞാൽ കടലിലെ നുരക്കണക്കിനുണ്ടെങ്കിലും അവന്റെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ബുഖാരിയിലൊക്കെ നോക്കിയാൽ ഇതിനെ കുറിച്ച് ധാരാളം പഠിക്കാൻ കഴിയും. ആകാശഭൂമികളും അതിലെ സർവ്വ ജീവജാലങ്ങളും മരങ്ങളും മത്സ്യങ്ങളും സസ്യങ്ങളും കല്ലുകളും സർവ്വ വസ്തുക്കളും ജീവനുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള സർവ്വ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷേ അവർ ചൊല്ലുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തസ്ബീഹ് ധാരാളം നമ്മൾ ചൊല്ലണം. നമ്മുടെ മീസാനിലെ ഭാരം നമ്മൾ തൂക്കി ധാരാളം കനം കൂട്ടണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചൊല്ലുമ്പോൾ അസ്തഗ്ഫിറു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ നാടുകളിലൊക്കെ പള്ളി മിനാരങ്ങളിൽ നിന്ന് മഗ്‌രിബിന് മുമ്പായിട്ട് അല്പസമയം കേൾക്കുന്ന ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം സൽക്രമങ്ങൾ തസ്ബീഹുകൾ ചൊല്ലാൻ, നമ്മുടെ നന്മ തിന്മകൾ ധാരാളം അധികരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.